എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട്. നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ കടൽ തീരത്ത് ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് നടക്കുകയാണ്. പിന്നീട് പല്ലവി സേതുവിനോട് പറഞ്ഞു, എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് സേതുവേട്ടെന്ന് പറയണം. എന്താ? എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് നടക്കണമെന്ന് പറയാം. എന്നിട്ട് ഇങ്ങനെ സേതുവേന്റെ കൈ പിടിച്ച് ഇങ്ങനെ കൊതി തീരുവോളം ഇല്ലടെ ഓടി നടക്കണമെന്ന് പറയണ. അത് മാത്രമല്ല, സേതുവേന്റെ നെഞ്ചിലേക്ക് വീണ് എനിക്ക് കുറെ സമയം ഇരിക്കണം, അതൊക്കെ എന്റെ ആഗ്രഹങ്ങളാന്ന് പറയണ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതിന് ഇപ്പം ഡിവോഴ്സ് വേണം നിർബന്ധമൊന്നും ഇല്ലാന്ന് പറയണ. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രയായതിനു ശേഷം വേണം. അതിനുശേഷം ഞാൻ സേതുവേണ്ടതാകുള്ളെന്ന് പറയണ. അങ്ങനെ അവര് സന്തോഷിച്ച് കടൽപ്പുറത്തോട് നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അച്ചു സേതുവിനെയും പല്ലവിനെയും കൂടെ പുറത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതിച്ചു, നിനക്ക് എന്താ അച്ചു? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീട്ടിനകത്ത് വെച്ച് പറഞ്ഞുകൂടെന്ന് ചോദിക്കാം. അത് ശരിയാവത്തില്ലെന്ന് പറയാ. അതെന്താ? ശ്രീഹരി അറിയരുതെന്ന് പറയാ. ഓഹോ, അപ്പൊ ശ്രീഹരി അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം നീ ഒപ്പിച്ചിട്ടുണ്ട്. കാര്യം എന്താന്ന് ചോദിക്കുക. നമ്മുടെ മുരുകന്റെ അമ്പലത്തിലെ കൊടിയേറ് കാര്യം അറിയാവുന്ന ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഇല്ലല്ലോ എന്ന് പറയണ. അതെ, മുരുകന്റെ അമ്പലത്തിൽ ഉത്സവത്തിന് വേണ്ടി കൊടി കയറിയിട്ടുണ്ടെന്ന് പറയാ. അവിടെ എന്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, ആഹാ കൊള്ളാലോ എന്ന് പറയണം. അല്ല, നിന്റെ ഡാൻസ് പ്രോഗ്രാമോ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് സേതു പറയണം. അത് കേട്ടതും അച്ചു പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, എന്നെ പണ്ട് ഡാൻസ് പഠിപ്പിച്ച ടീച്ചറുണ്ട്, അവർക്കൊരു ട്രൂപ്പ് ഉണ്ട്. അപ്പൊ ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അതെ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്യാനായിട്ട് ചെല്ലാവോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചെല്ലാന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ശ്രീഹരിക്ക് പക്ഷെ അറിയത്തില്ല, ശ്രീഹരിക്ക് ഇതൊരു സർപ്രൈസ് ആയിരിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും സേതു പറഞ്ഞു, ആഹാ അപ്പൊ അങ്ങനെയാണ് കാര്യം, അതിനു വേണ്ടിയിട്ടാണ് നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹം മേടിക്കണം, അതിനു വേണ്ടിട്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം. പല്ലവി ചോദിച്ചു, അല്ല ശ്രീഹരിക്കിനെ എതിർപ്പോ മറ്റോ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കാം. സേതു പറഞ്ഞു, എന്ത് എതിർപ്പ്? ശ്രീഹരിക്കാം അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഈ വലിയേട്ടനോട് പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ സോൾവ് ചെയ്ത് തന്നോളാന്ന് പറയാം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ എതിർപ്പുണ്ടാകാനുള്ള വഴിയൊന്നുമില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഒരു മൂരാച്ചി ഭർത്താവല്ലോ ശ്രീഹരി. ആ കാര്യത്തെ അച്ചു ലക്കിയാണ്, അച്ചു പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അച്ചു പറഞ്ഞു, അതെനിക്കറിയാം, ശ്രീഹരി എനിക്ക് അതുകൊണ്ടല്ലേ ഇഷ്ടപ്പെട്ടെ എന്നൊക്കെ പറയാണ്. പിന്നീട് കോടതി കൂടുകയാണ്. കോടതി കൂടുന്ന സമയത്ത് ഊർമിള വക്കീൽ അങ്ങനെ തന്റെ പ്രകടനം അങ്ങോട്ട് കാഴ്ചവെക്കുവാണ് കോടതിയില്. പിന്നീട് കോടതിയുടെ മുന്നില് ജഡ്ജിയോട് വന്നിട്ട് പറഞ്ഞു, ഇത്രയും കാലം എല്ലാവരെയും കബളിപ്പിച്ച ഇന്ദ്രൻ എന്ന് പറയുന്നേ അയാൾ നടക്കുമായിരുന്നു. പക്ഷേങ്കിൽ അയാളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പുറത്തു വന്നിരിക്കുക. മനോരോഗവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനേറെ പറയുന്നു, കോടതിയെ വരെ കബളിപ്പിച്ച ആളാണ് അയാളെന്ന് പറയണം. അതിനുശേഷം പറഞ്ഞു, ഇപ്പൊ അതിനെതിരെ തെളിവ് കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് മനോരോഗം ഉണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകളെല്ലാം ഈ പെൺഡ്രൈവിനകത്തുണ്ട്, ഇത് കോടതി ദയവായിട്ട് പരിശോധിക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ കോടതിക്ക് ആ പെൺഡ്രൈവ് കൊടുക്കുക. കോടതിയിൽ ജഡ്ജ് അത് ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയപ്പം എന്തിനെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ വിശ്വവും എല്ലാം വിശ്വത്തിനെ കഴുത്തിന് പിടിച്ച് കുത്തിപ്പിടിച്ച് പൊക്കിയെടുക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു. പിന്നീട് തനിക്ക് മനോരോഗം ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണുവാണ്. താന് വർഷങ്ങളായിട്ട് മനോരോഗത്തിന് ചികിത്സയിലാണ്, കറുത്ത ഡോക്ടറാണ് തന്നെ ചികിത്സിക്കുന്നത്. അത് മാത്രമല്ല, മെഡിക്കൽ ബോർഡിന് മുമ്പാകെ താന് ഒരു നാടകം കളിച്ച, കാരണം ഇതിനു മുമ്പ് താന് ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളൊക്കെ ആ വീഡിയോക്കകത്തുണ്ട്. ഒരു നിമിഷം ഒരു നിമിഷം ജഡ്ജി ഇങ്ങനെ ഇന്ദ്രനെ നോക്കുവാണ്. ഇന്ദ്രനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്ദ്രന്റെ ആ പഴം സമനില ഏറ്റുപോലെ ഇങ്ങനെ നിൽക്കുവാണ്. ഇന്ദ്രനെ വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ വീഡിയോ ഇതിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഒരുപക്ഷെ തന്റെ അനിയനായിരിക്കോ എന്നൊരു ചിന്ത വരെ അവന്റെ മനസ്സിലേക്ക് ഉണ്ടാവണം. ആ സമയത്ത് പെട്ടെന്ന് തന്നെ കാട്ടൂരമക്കൽ ചാടി എഴുന്നേറ്റോട്ട് പറഞ്ഞു, അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇതൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന തെളിവുകളാണ്. കാരണം ഇങ്ങനെ ഇന്നത്തെ കാലത്ത് എത്ര തെളിവുകൾ വേണേലും ഉണ്ടാക്കാം. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ദയവായിട്ട് വിശ്വസിക്കരുത്. മെഡിക്കൽ ബോർഡ് കൂടി തീരുമാനം എടുത്തല്ലേ എന്റെ കക്ഷിക്ക് ഭ്രാന്തില്ല എന്നുള്ള കാര്യം, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം എന്നൊക്കെ പറയണം. പക്ഷെങ്കില് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഊർമിള. ഈ തെളിവുകൾ നിങ്ങൾക്ക് കള്ളത്തരാന്ന് തോന്നുന്നെങ്കിൽ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുണ്ടെന്ന് പറയണം. അങ്ങനെ അവസാനം വിശ്വത്തിനെ അങ്ങോട്ട് വിളിപ്പിക്കുക. വിശ്വത്തങ്ങളെ പ്രതികൂട്ടിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു. ഇന്ദ്രനും ഇങ്ങോട്ട് ഞെട്ടലോട് നോക്കുവാണ്. പല്ലവിക്കും സേതുവിന് സന്തോഷമായി. അങ്ങനെ വിശ്വത്തിനോട് ചോദിച്ചു, അല്ല ഈ വീഡിയോസിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ളതാണെന്ന് ചോദിക്കാം. ഇത് കേട്ടും വിശ്വം പറഞ്ഞു, അതെ സത്യമായിട്ടുള്ളതെന്ന് പറയണം. കാരണം എന്റെ ഏട്ടനും ഭ്രാന്തുണ്ട്, കുറെ കാലങ്ങളായിട്ടുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത ഡോക്ടർ മരുന്നാന്ന് പറയണം. ഇനി ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ഏട്ടനെ ദ്രോഹിക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊക്കെ പറയണം. അങ്ങനെ ഊർമിള വക്കീൽ വന്ന്, കണ്ടില്ലേ സ്വന്തം അനുജനാണ് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്, ഇതിൽ കൂടുതൽ എന്ത്
തെളിവാണ് കോടതിക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അവസാനം അവരുടെ വാദം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാട്ടൂരൻ വക്കീലിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വിശ്വത്തിനടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ അനുജനല്ലേ, നിങ്ങളുടെ അനുജൻ നിങ്ങളുടെ ചേട്ടനല്ലേ ഇന്ദ്രൻ, നിങ്ങളുടെ അനുജനല്ലേ മനഃപൂർവ്വം ഇതിനെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഇതല്ലേ ഇതെന്നൊക്കെ ചോദിക്കുകയാണ്. ഒരിക്കലും അല്ല, ഞാൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ ചേട്ടനെ ചതിക്കാനായിട്ട് കൂട്ടു നിൽക്കല്ല അല്ല, എൻ്റെ ചേട്ടന് നല്ല ചികിത്സ വേണം. ഈ ഭ്രാന്തൊക്കെ മാറാവുന്ന അസുഖങ്ങളാണ്, അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കണം. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏട്ടന് ജീവിതം തകർന്നു പോകും. അതുകൊണ്ടാന്ന് പറയണം. എന്തെന്ന് സഹിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും, എന്തേലും പറയാൻ പറ്റുമോ? അങ്ങനെ കോടതി കഴിഞ്ഞു. കോടതി അറിഞ്ഞൊരു വിധി പറഞ്ഞിട്ടില്ല. എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. പിന്നീട് പല്ലവി എന്ത് ചെയ്യുക, സേതുവിന് വേണ്ടിയിട്ട് വലിയ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ട് നേരെ സേതുവിന്റെ അടുത്തേക്ക് എത്തുവാണ്. ആ സമയം സേതു എന്ത് ചെയ്യുകയാണ്, സേതുവും ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് കാത്തിരിക്കുകയാണ് ടെറസിന്റെ അവിടെ. പിന്നീട് പല്ലവി എന്ത് ചെയ്യണം, അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും സേതുവിന്റെ ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് പല്ലവി അതോടെ മാറ്റി വെച്ചു. എന്നിട്ട് സേതുവിന്റെ അടുത്തേക്ക് വന്നു. എന്താ സേതുട്ടാ, കയ്യിലൊരു കവറൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. അത് പിന്നെ നിനക്കുള്ള ഗിഫ്റ്റാന്ന് പറയണേ. എനിക്കുള്ള ഗിഫ്റ്റോ? അതെ, ഒരു സാരിയാണ്. വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത്, എന്റെ വകയൊരു ഒരു ഗിഫ്റ്റ് എന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സേതുട്ടാന്ന് പറയാം. പിന്നെ ആവശ്യമില്ല വേണ്ടെന്നൊക്കെ ഞാൻ അല്ലേ തീരുമാനിക്കുന്നത്, ആദ്യമായിട്ടായിരുന്നു ഗിഫ്റ്റ് അല്ലേന്ന് ചോദിക്കും. ഇത് ഏട്ടൻ പല്ലവി പറഞ്ഞു, ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും, ഒരിക്കലും കളയില്ല എന്ന് പറയണം. പിന്നീട് പല്ലവി പറഞ്ഞു, അതെ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം എന്നാണ് എന്റെ പോളിസി. അപ്പൊ എനിക്ക് തിരിച്ചരായിരിക്കാൻ പറ്റില്ലോ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, പല്ലവിയും പോയി ഒരു ഗിഫ്റ്റ് എടുത്തോണ്ട് വന്നിട്ട് സേതുവിന് കൊടുത്തു. എന്നാ സേതു ഏട്ടാന്ന് പറയണ്ട. സേതു നെഞ്ചോട് ചേർക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്, അതും പല്ലവിയുടെ കയ്യിൽ നിന്ന്. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല, ഞാനത് സൂക്ഷിച്ചു വെക്കുകയും ഗിഫ്റ്റ് എന്നൊക്കെ സേതു പറയാണ്. അങ്ങനെ അവർ സന്തോഷിക്കുകയാണ്. അതിനുശേഷം കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി അന്വേഷിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേനും അച്ഛൻ എന്ത് ചെയ്യണം, ടെറസിന്റെ അവിടെ ആ വാട്ടർ ടാങ്കിന്റെ അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. ഇതെന്താ അച്ഛൻ എന്താ ഇവിടെ വന്ന് നിന്നേന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയാം. എന്തോ കാര്യമുണ്ടല്ലോ, ഇത്ര മോളി വന്നിരിക്കുന്ന വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാനേ വിജയത്തിന്റെ ഓരോ പടികൾ ഇങ്ങനെ താണ്ടിക്കൊണ്ടിരിക്കുവാന്ന് പറയാം. ആഹാ കൊള്ളാലോ, ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെയാണല്ലോ വരണേന്ന് പറയണം. അല്ല ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താ? അത് ഞാൻ ശ്രീഹരിയെ നോക്കി നിൽക്കുമെന്ന് പറയും. എന്നെ നോക്കി നിൽക്കുവോ? അതേന്ന് പറയാണ്. പിന്നീട് അച്ഛൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ ട്രോഫി ഉണ്ടായിരുന്നു. ഇതെന്താ? ഇതിവിടെ അടുത്തുള്ള മുരുകന്റെ ക്ഷേത്രത്തില് ഡാൻസ് ചെയ്യാനായിട്ട് പോയതാ, അപ്പൊ കിട്ടിയ ട്രോഫിയാന്ന് പറയാം. ആ കൊള്ളാലോ എന്നൊക്കെ ശ്രീഹരി പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അച്ഛ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ചിലങ്കി അണിഞ്ഞെന്ന് പറയാം. ശ്രീഹരി പറഞ്ഞു, നല്ല കാര്യമല്ലേ അത്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോണം, പ്രൈസ് മേടിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛ ഒരു നിമിഷം ആലോചിച്ചു. അച്ഛ പറഞ്ഞു, ശരിയാ, അത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കട്ട സപ്പോർട്ടായിട്ട് ശ്രീഹരി കൂടെ ഇല്ലെന്ന് ചോദിക്കും. ശ്രീഹരി പറഞ്ഞു, അത് ശരിയാ ഉണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി കുറെ കാലം കഴിയുമ്പോൾ വലിയ പ്രശസ്തി അയക്കുമ്പോൾ എന്നെ മറന്നേക്കല്ലെന്ന് പറയണം. ഇത് കേട്ടതും അച്ഛ പറഞ്ഞു, അങ്ങനെ തോന്നുന്നുണ്ടോ ശ്രീഹരിക്ക് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എനിക്ക് അതിനേക്കാളും ഒക്കെ വലുത്, ഈ ഡാൻസിനേക്കാളും എല്ലാം വലുത് ആരാന്നറിയാവോ? ശ്രീഹരിയാണ്. ശ്രീഹരി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീഹരിക്ക് സന്തോഷമായി. ശ്രീഹരി സന്തോഷത്തോടെ അച്ഛനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇത് കാണുന്നത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.